ഡയറക്ടറെ മാറ്റണം, പ്രൊഡ്യൂസറെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച്. അപ്പോഴാണ് അവളെ മാറ്റിയത്. ഇനി അത് നടക്കുകയില്ലെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല, മനസ്സിലായോ? എനിക്ക് പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. അയ്യോ പാവം, അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ് കേസ്. ബന്ധുക്കള് വരെ എന്നെ പറ്റി മോശമായിട്ട് നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. നമ്മുടെ കയ്യിൽ ഒരു ബാങ്ക് ബാലൻസും ഇല്ല. പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രം, പേഴ്സണൽ ഫുഡ് ആൻഡ് ട്രാവലിംഗിന് മാത്രമുള്ള പൈസ മാത്രമേ ഈ റിവ്യൂ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കോടികളൊന്നും കിട്ടിയിട്ടില്ല. ചേടാ വില പണിക്കും പോടാ, മുതുക്കന്മാരായില്ലേ, കുക്കറിലിട്ടടിച്ചാ വരെ വേവില്ല. കോടികൾ കിട്ടിയെങ്കിൽ ഞാൻ ഫ്ലാറ്റും വിലപിടിപ്പുള്ള കാറും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണൊക്കെ മേടിച്ചാരെ. എന്റെ അപ്പനപ്പയുടെ ഉദാഹരണത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിലെനിക്ക് പറയാൻ നാണക്കേടില്ല. ലോകത്തെ മൊത്തം അപമാനിക്കുകയാണ് ഇപ്പൊ എന്നെ സംശയിക്കരുത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ നാറ്റിക്കുകയാണ് ഒരു പെൺവിഷയത്തിന്. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും. എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, അത് പീഡിപ്പിക്കാനല്ല, ഒന്ന് ഡാൻസ് കളിക്കാനും ഒന്ന് അഭിനയിക്കാനും. ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പലതും സാക്രിഫൈസ് ചെയ്തു. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. പല ബന്ധുക്കളും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ. ഞാൻ ആ പടം മുള്ളാൻ കൂടി പറ്റാത്ത അവസ്ഥയിൽ പോയി. എനിക്ക് മൂത്ര തടസ്സമുണ്ടോ? എങ്ങനെ തീരെ അങ്ങ് പോകാതെ ഇങ്ങനെ ഇറ്റി കളിക്കണം? ഭക്ഷണം കഴിക്കാനോ മുള്ളാനോ ഒന്നും തോന്നാത്ത അവസ്ഥയിൽ പോയി ഇപ്പൊ. എന്നിട്ട് എന്ത് ഗതികെട്ട സമയത്താണ് ഇവളെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ തോന്നിയെന്ന് മനസ്സിലായില്ല എനിക്ക്. ഏത് ഗുളിയം കയറിയ സമയത്താടോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? നമ്മള് 18-25 ഇടയ്ക്കുള്ള കുറെ പെൺകുട്ടികളെ നോക്കിയതാണ് അഭിനയിക്കാൻ. പക്ഷെ ആരും കിട്ടാത്തതുകൊണ്ട് അവസാനം ഇവളെന്നെ പെടുത്തിക്കളഞ്ഞു. ലോകത്തോട് ഞാൻ മാപ്പ് പറയേണ്ട ആവശ്യമില്ലല്ലേ, ഇവളെ തെറ്റിയിട്ടില്ലല്ലോ, ഇവളോട് ഞാൻ തെറ്റിയിട്ടില്ലല്ലോ ഒന്നും. എന്താ മോനെ, എന്ത് പറ്റി? ഇവന്റെ മൃഗം പുറത്തിയാടിയാ? നീ ഒന്നും പറയണ്ട. ഇവളെ ഞാൻ അഭിനയിപ്പിച്ചു, എന്റെ കൂടെ അഭിനയിച്ചു പോയി, റിലീസ് ചെയ്ത്. ആ ഷോർട്ട് ഫിലിം റീച്ച് കിട്ടി. പല സിനിമ ഓഫറും അവൾക്കും എനിക്കും കിട്ടിയതാണ്. എന്ത് നല്ല മസിൽസാ ഇത്, ചെറുപ്പം മുതൽ ഉരുട്ടി കയറ്റിയതാ. ഞാൻ 10 വർഷം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരയായിരുന്നു. വീട്ടില് ഫോട്ടോ ഉണ്ട്, ഇത് എങ്ങനെയൊക്കെയാണത് ഷഡ്ഡിയൊക്കെ ഇട്ടിട്ട്. കുട്ടി വെറുതെ ഇരുന്നുണ്ട്, ലൈവ് ഇട്ട് പലതും വിളിച്ച് പറയുന്നുണ്ട്, പല ദണ്ഡിത്തരങ്ങൾ. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. അവളുമായിട്ട് ലൈംഗിക ബന്ധം പോയിട്ട് കെട്ടിപ്പിടിച്ച് ലൈംഗിക ബന്ധമാകുമോ ഗൈസ്? ഒരു ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞ് അത് സെക്സ് ആകുമോ? അവക്ക് വട്ടാണ്, ഭ്രാന്താണ്. ആ റിയനെ പിടിച്ച് ചങ്ങലൊക്കെ ഇടി. സോഷ്യൽ മീഡിയയിൽ അലിൻ ജോസ് പെരേര നാറ്റിക്കല്ലേ, കേസ് കൊടുക്കല്ലേ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലേ മോനെ. നാറിക്കല്ലേ. ഒരു പെണ്ണ് വിചാരിച്ച എന്തും പറ്റൂ കാണിച്ചു തരാന്ന് പറഞ്ഞ, പെണ്ണ് വിചാരിച്ച എന്തും കാണിച്ചു തരാന്ന് അറിയാ പറഞ്ഞപ്പോ ഇത്രയും കാണിച്ചു തരുമെന്ന് ഞാൻ ഓർത്തില്ല ഗൈസ്. നിന്റെ കിണുക്കിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി. എനിക്ക് സങ്കടമുണ്ട്. നാളെ ഞാൻ ജയിലിലായ ആ പെണ്ണറിയും കാരണം, ആ റിയ എന്ന് പറയുന്ന ഒരു മാതാശ്രീയെയും ബഹൻശ്രീയെയും തിരിച്ചറിയാത്തവൻ.